നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വീണ്ടും പ്രതിഷേധവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP പ്രതിഷേധം. ബൽറാം നെടുങ്ങാടിയുണ്ട് ജന്തർ മന്ദറിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ബൽറാം, ഇപ്പോൾ വലിയ നിരീക്ഷണമൊക്കെ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത്. നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് മോദി ആഹ്വാനം ചെയ്ത ഈ പാത്രം കൊട്ടിയുള്ള പ്രതിഷേധം, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സ്പൂണും പ്ലേറ്റും ഒക്കെ എടുത്ത് വരണമെന്നുള്ളൊരു ആഹ്വാനമൊക്കെ CJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? ശാന്തമല്ലേ? അമൃത, ജന്തർ മന്ദറിൽ CJPയുടെ രണ്ടാമത്തെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതലാണ് പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 1 മണിക്ക് മുൻപായി തന്നെ നിരവധി പേർ ജന്തർ മന്ദറിലെ ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ ആദ്യ പ്രതിഷേധ പരിപാടിയേക്കാൾ കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തം ഇന്നത്തെ പ്രതിഷേധത്തിനുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്താണ് ഇന്നത്തെ പരിപാടി നടപ്പാക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധിക്കാൻ എത്തുന്ന യുവാക്കൾ പ്ലേറ്റുകളും സ്പൂണുകളുമായി എത്തണം എന്നും ആഹ്വാനം ചെയ്തിരുന്നു അഭിജിത്ത് ദീപ്കെ. എന്നാൽ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പ്ലേറ്റുകളോ സ്പൂണുകളോ ആയി ആളുകളെ ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ. അതേസമയം വേദിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് റോസാപ്പൂ നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത് ഈ സംഘാടകർ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും യുവാക്കളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാകുന്നത്. അഭിജിത്ത് ദീപ്കെയും ഒപ്പം സോനം വാങ്ചോക് അടക്കമുള്ള നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുന്നതേയുള്ളൂ. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പങ്കാളിത്തം യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ പരിപാടിയിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ ഇന്ന് മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ജന്തർ മന്ദറിൽ CJPയുടെ രണ്ടാമത്തെ പ്രതിഷേധമാണിത്. കഴിഞ്ഞ തവണത്തേക്കാൾ ആളുകൾ, പ്രതിഷേധക്കാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.